ശാസ്ത്രം പറയുന്നു എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാറകളുടെ പ്രേതങ്ങൾ എന്ന ഈ ലഘുവിവരണത്തിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് പാറകളുടെ അശാസ്ത്രീയമായ ഖനനത്തെക്കുറിച്ചാണ്. ഭൂതങ്ങളിലും പ്രേതങ്ങളിലും വിശ്വാസമുള്ളവരാണല്ലോ നിങ്ങൾ മനുഷ്യർ. അടുത്ത കാലങ്ങളിൽ മൺമറഞ്ഞ പാറകളുടെയും അതിൻ്റെ വംശപരമ്പരകളുടെയും പ്രേതങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? പലയിടങ്ങളിലും ഞങ്ങൾ പാറകളുടെ ഓർമ്മകൾ ലേശം പോലും ബാക്കി വയ്ക്കാതെ നിർദാക്ഷിണ്യം നശിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കാര്യം തന്നെ പറയാം. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ 1980-കൾ വരെ ഞാൻ പൂർണ്ണ സുരക്ഷിതനായിരുന്നു. ആ കാലത്തെല്ലാം ഇവിടുത്തുകാർക്ക് ഞാനൊരു അത്ഭുതവും ആവേശവും അന്തസ്സുമായിരുന്നു. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് പിറവിയെടുത്ത എനിക്ക് ഈ ഭൗമഗ്രഹത്തിൻ്റെ ഉറപ്പും ആയുസ്സും ഉണ്ടായിരുന്നു. കൂനൻപാറ എന്നാണ് എൻ്റെ നാട്ടിൽ ഞാൻ അറിയപ്പെട്ടിരുന്നത്. കാഴ്ചയിൽ 10 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടന്ന ഒരു പടുകൂറ്റൻ കരിമ്പാറ. ചുറ്റും എന്നെ പൊതിഞ്ഞു നിന്ന മണ്ണിൽ അലങ്കാരങ്ങളായി നിലകൊണ്ടിരുന്ന വലിയ പാലമരങ്ങളും മാവും കശുമാവും ഞാവലും വിവിധതരം മുൾച്ചെടികളും സർവ്വദിക്കുകളും ഒറ്റ നോട്ടത്തിൽ ദർശിക്കാവുന്ന ഉയരത്തിലുള്ള എൻ്റെ തലയെടുപ്പുള്ള രൂപം ഇന്നാട്ടുകാരുടെ സന്തോഷമായിരുന്നു. അവധി ദിനങ്ങളിൽ എൻ്റെ മുതുകത്തുകൂടി ഓടിക്കളിക്കാനെത്തുന്ന കുട്ടികളുടെ കാൽസ്പർശം ആഘോഷ തിമിർപ്പായിരുന്നു മുൻകാലങ്ങളിൽ. പല വിധത്തിലും നാട്ടുകാർക്ക് ഞാനൊരു ഉപകാരിയായിരുന്നു. എൻ്റെ വിശാലമായ പുറംഭാഗത്ത് നിരത്തിയിട്ടായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളായ ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവ ഉണക്കിക്കൊണ്ടിരുന്നത്. അവയുടെ ഔഷധഗന്ധം ശ്വസിച്ച് ഇവിടെയുള്ളവർ ആരോഗ്യം കാത്തുപോകുന്നു. എൻ്റെ ഇരിപ്പിടമായ മലയിൽ വിരിയുന്ന പാലപ്പൂവിൻ്റെ സുഗന്ധം ആ പ്രദേശമൊട്ടാകെ പരിമളം പരത്തിക്കൊണ്ടിരുന്നു. കടുത്ത മഞ്ഞും കനത്ത മഴയും കഠിനമായ വെയിലും യുഗയുഗാന്തരങ്ങളായി അതിജീവിച്ച എൻ്റെ അസ്തിത്വം എന്നേക്കുമായി ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഞാൻ ഓർക്കുന്നു, ആദ്യം എൻ്റെ ഒരു ഭാഗം ആരോ പൊട്ടിച്ചെടുത്തു. ആരും അവകാശികളില്ലാതിരുന്ന എന്നെ പിന്നീട് സ്വന്തമാക്കുവാൻ പെട്ടെന്നൊരു കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു. അവർ എൻ്റെ മണ്ടയ്ക്കുമേൽ ഒരു കൊടി ഉയർത്തി. തുടർന്ന് എന്നെ തകർക്കാനുള്ള ആസൂത്രിത ആക്രമണം ദ്രുതഗതിയിലായിരുന്നു. എന്നെ അവർ കൂടം കൊണ്ടടിച്ചും ഇടിച്ചും തകർത്താഘോഷിച്ചു. എൻ്റെ നെഞ്ചു തുരന്ന് ഹൃദയഭാഗത്ത് വെടിമരുന്നും ഡൈനാമിറ്റുകളും വച്ച് തുടർച്ചയായി പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഞാനിരുന്ന മലയ്ക്കടുത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ക്രഷർ യൂണിറ്റിലേക്ക് അടർത്തിയെടുത്ത എൻ്റെ ഭാഗങ്ങൾ മെറ്റലാക്കിയും പൊടിച്ചും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ ചൂടപ്പം പോലെ എന്നെ വിറ്റ് പണമുണ്ടാക്കി. ഇപ്പോൾ എൻ്റെ ഇരിപ്പിടം വെറുമൊരു മാലിന്യക്കായൽ മാത്രമായി മാറിയിരിക്കുന്നു. എത്രയെത്ര മനുഷ്യരാണിവിടെ അപകടത്തിൽപ്പെട്ടതും അപമൃത്യുവിനിരയായതും. പണ്ട് കൂനൻപാറ എന്ന പേര് ആ പ്രദേശത്തിൻ്റെ പ്രതീകം മാത്രമായിരുന്നില്ല, ഔദ്യോഗിക തിരിച്ചറിയൽ മുദ്ര കൂടിയായിരുന്നു. ഞാൻ ഇല്ലാതായതോടുകൂടി പുതിയ തലമുറയ്ക്ക് എൻ്റെ പേരും ആ പ്രദേശത്തിൻ്റെ പ്രതീകവും എന്നേക്കുമായി അന്യമായി തീർന്നു. എന്നെപ്പോലെ തന്നെ കേരളത്തിൽ പല പ്രദേശങ്ങളും ഞങ്ങളുടെ വംശം ചേർത്ത് അറിയപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന് അരുവാപ്പാറ, വട്ടപ്പാറ, കൂറ്റൻപാറ, ഐരൂപ്പാറ, ചീങ്കണ്ണിപ്പാറ, ആനപ്പാറ, പായിപ്പാറ, ശാന്തൻപാറ, കുറത്തിപ്പാറ, ആഢ്യൻപാറ, മയിലാടുംപാറ, പായിപ്പാറ, പേച്ചിപ്പാറ, പരുത്തിപ്പാറ, കോട്ടപ്പാറ, ജടായുപ്പാറ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പേരുകൾ കേരളത്തിലുണ്ട്. ഇങ്ങനെയുള്ളതിൽ അനേകം പാറകൾ എന്നേക്കുമായി തുടച്ച് നീക്കപ്പെട്ടു കഴിഞ്ഞു. ഒട്ടുമിക്കതും ഭാഗികമായിട്ടെങ്കിലും നിങ്ങൾ മനുഷ്യർ കവർന്നെടുത്തിരിക്കുന്നു. അവശേഷിക്കുന്ന ഞങ്ങളിൽ ചിലരെ തകർത്ത് പണമാക്കുവാൻ തക്കം പാർത്ത് കാത്തിരിക്കുന്നവർ അനേകമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. യഥാർത്ഥത്തിൽ നിങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പരിണാമദിശ മുതൽ ഞങ്ങളോടൊപ്പമുണ്ടായിരുന്നു. ഞങ്ങളെ ആയുധമാക്കി മറ്റു ജീവികളെ നിങ്ങൾ വേട്ടയാടി പിടിച്ചു ഭക്ഷിച്ച് ജീവിച്ചിട്ടുമുണ്ട്. ഞങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തും ആക്രമിച്ചും എത്രയധികം കൊല ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളെ ആയുധമാക്കുന്നുമുണ്ട്.
ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ലെങ്കിലും പ്രകൃതിയുടെ പ്രതിഭാസമായ അഗ്നിയെ ജ്വലിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങളെ ഉരച്ചുണ്ടാക്കിയ തീപ്പൊരിയിൽ നിന്നായിരുന്നു. പുരാതന കാലം മുതൽ നിങ്ങൾ പരസ്പരം പോർവിളിക്കുമ്പോൾ സുരക്ഷാ കവചമായും ഞങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളെ കീറി മിനുക്കിയെടുത്ത് നിങ്ങളുടെ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. എതിർക്കുവാൻ കഴിവില്ലാത്ത ഞങ്ങളെ മുറിച്ചെടുത്ത് ദേവാലയങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉള്ളറകൾ ഉണ്ടാക്കിയല്ലേ നിങ്ങളുടെ ഭാവനകളും വിശ്വാസങ്ങളും കരവിരുതുകളും പകർത്തിയ അജന്ത, എല്ലോറ, എലഫൻ്റ തുടങ്ങിയ സൃഷ്ടികൾ രൂപപ്പെടുത്തിയത്. കാലക്രമേണ കോൺക്രീറ്റിൽ ചേർത്തും ടാറിൽ കുഴച്ചും ഞങ്ങളെ നിരന്തരം ഉപയോഗിക്കുവാൻ തുടങ്ങി. പൊങ്ങച്ചവും ആഡംബരവും മോടിയുമാണ് ജീവിതമെന്ന് കരുതുന്ന നിങ്ങൾ ഞങ്ങളെ നിർദാക്ഷിണ്യം ഉപയോഗിച്ച് തള്ളുകയാണ്. വിവിധ നിറത്തിലും കരുത്തിലും ഘടനയിലും വൈവിധ്യമുള്ള ഞങ്ങളെ കീറി പാളികളാക്കി നിങ്ങളുടെ വീടുകളുടെ തറയിലും ഭിത്തികളിലും മുറ്റത്തും നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇത്തരത്തിൽ ഞങ്ങളെ കണ്ടാൽ പൊട്ടിച്ചെടുത്ത് വിനിയോഗിക്കുന്നത് ആധുനിക യുഗത്തിൽ തുടർക്കഥയായി മാറി. ചുരുക്കത്തിൽ മനുഷ്യവർഗത്തിൻ്റെ വികസനം പാറകൾ ഉപയോഗിച്ച് മാത്രമായി മാറിയിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഒന്ന് ചോദിച്ചോട്ടെ, വലിയ ബുദ്ധിയുണ്ടെന്ന് ഭാവിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇത്ര വീറോടെ ഞങ്ങളെ നശിപ്പിക്കുന്നത്? അതോ നിങ്ങളുടെ കൂട്ടത്തിൽ വീണ്ടു വിചാരമില്ലാത്തവരാണോ ഈ ദുഷ്പ്രവൃത്തി ചെയ്യുന്നത്? എത്രയോ സ്ത്രീകൾ എൻ്റെ പുറത്ത് കയറിയിരുന്ന് രാത്രികൾ തോറും കരഞ്ഞിട്ടുണ്ട്. ചിലരെല്ലാം നിങ്ങളുടെ മക്കളും ഭാര്യമാരും ബന്ധുക്കളുമായിരുന്നു. അവരെയെല്ലാം ആർത്തി പൂണ്ട നിങ്ങൾ കാശിനു വേണ്ടി വിറ്റതോ പണയം വെച്ചിട്ടുള്ളവരോ ആയിരുന്നു. നിങ്ങൾ മനുഷ്യവർഗത്തിനുള്ളതുപോലെ ഇത്രയും ക്രൂരതയും കുടില മനസ്സും ഭൂമിയിൽ പിറന്ന ഒരു ജീവിക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ആക്രമണങ്ങൾ അതിരുകടന്ന് ഭൂമിയെ രക്ഷിച്ചു നിർത്തുന്ന ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ കുന്നുകളും പർവ്വതനിരകളും ഇല്ലാതാകും എന്നത് നിങ്ങൾക്കും ബോധ്യമുള്ളതാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും അതിൻ്റെ പരിണത ഫലമെന്ന്. ബൃഹത്തായ ഞങ്ങളുടെ ധർമ്മങ്ങളെക്കുറിച്ച് ആരാണ് മനസ്സിലാക്കുന്നത്? പൊട്ടിക്കാത്ത ഭീമാകാരമായ ഞങ്ങളാണ് കടലിൽ നിന്നും കരയെ പൊന്തിച്ചു നിർത്തി സംരക്ഷിച്ചു പോരുന്നെന്ന സത്യം നിങ്ങൾക്കറിയാമോ? എന്നാൽ തുണ്ടുകളാക്കി കടലിലിട്ടാൽ മുങ്ങിക്കിടക്കുവാനേ ഞങ്ങൾക്ക് കഴിയൂ. ഞങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അംശങ്ങളില്ലാത്ത ഒരു വസ്തുക്കളും ജീവനും ഭൂമിയിലില്ല എന്ന പരമാർത്ഥവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞങ്ങളെ ചെത്തിമിനുക്കി സ്വന്തം പൊങ്ങച്ചം പ്രദർശിപ്പിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയധികം യുഗങ്ങൾ താണ്ടി നിലകൊണ്ട ഞങ്ങളുടെ ഗതി ഇതാണെങ്കിൽ നിങ്ങളുടെ പേരെഴുതിയ ഒരു തുണ്ട് ശിലാഫലകം എത്ര കാലം ഉണ്ടാകും? കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നിങ്ങളുടെ സൃഷ്ടികളെല്ലാം അതിവേഗം കാലഹരണപ്പെട്ടു പോകുമെന്നുള്ളതിന് സംശയമില്ല. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയിലുള്ളവർ തന്നെ അത് നശിപ്പിച്ചെന്നും വരും. പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ ശവകുടീരങ്ങൾ ഞങ്ങളെ പൊട്ടിച്ചെടുത്ത ശിലകൾ കൊണ്ട് അത്യാഡംബര രീതിയിൽ പണിതുയർത്തിയിരുന്നു. വരും കാലങ്ങളിൽ അവരുടെ യശസ്സ് നിലനിൽക്കണമെന്ന അതിമോഹത്തിൻ്റെ ഉൾപ്രേരണയായിരുന്നില്ലേ അത്? അതിൻ്റെ എല്ലാം അവസ്ഥ എത്ര ശോചനീയമാണെന്ന് ആർക്കാണ് അറിയാത്തത്? സത്യത്തിൽ നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ കുമാരനാശാൻ പാടിയതുപോലെ, ഹാ പുഷ്പമേ, നിങ്ങൾക്കെല്ലാം എന്നാണ് സൽബുദ്ധി ഉദിക്കുന്നത്? തെറ്റുകൾ തിരുത്തി സുസ്ഥിര വികസന പാതയിൽ മുന്നേറുവാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവർ മയക്കുമരുന്നുകളും കമ്പ്യൂട്ടറുകളും സൃഷ്ടിക്കുന്ന മായാലോകത്തിൻ്റെ മാസ്മരികതയിൽ അകപ്പെട്ട് അക്രമത്തിനെതിരെ പ്രതികരിക്കാതെ പോവുകയാണെന്ന് ഞങ്ങൾ ശക്തമായി ശങ്കിക്കുന്നു. വരും ബാലതലമുറയ്ക്കെങ്കിലും എല്ലാത്തിനും ആധാരമായ ഭൂമിയെയും ബാക്കിയുള്ള ഞങ്ങളെയും സംരക്ഷിച്ചു പോരുവാൻ ശക്തിയും ബുദ്ധിയും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. നിങ്ങൾ പെറ്റുപെരുകി ലോകം കീഴടക്കുമ്പോൾ സ്വന്തം വംശം നശിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്ന പ്രകൃതി നിയമം വിസ്മരിക്കരുത്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വളരെ പ്രധാനപ്പെട്ട ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.